എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സാരിയോടും ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് കയറി വരിക. കട്ടിലിരിക്കുന്ന ബഗാസറിനെ കണ്ടതും ശാരി രൂക്ഷമായിട്ട് നോക്കാനും തുടങ്ങി. ബഗാസറിനാണെങ്കിലോ, എന്താടി ശാരി, നീ ഈ ഇടയിട്ട് എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ടല്ലോ, എന്താ നിനക്ക് പ്രശ്നമെന്ന് ചോദിച്ചു. എടോ, രൂക്ഷമായിട്ട് നോക്കുക മാത്രമല്ല, തന്നെ കൊല്ലാനും എനിക്ക് മടിയില്ലടോ എന്ന് പറഞ്ഞ് ബഗാസുരൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ ഇവർ തങ്ങളിലുള്ള ഉന്തും അതുപോലെ തന്നെ ആ ഒരു പിടിയും വലിയുടെ ഇടയ്ക്ക് ശാരിയെ പിടിച്ച് നല്ലൊരു തള്ളു കൊടുത്ത് ബഗാസുരൻ അവിടെ അങ്ങനെ ഇരിക്കുക. എടോ, താൻ എന്നെ തള്ളിയല്ലേ എന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എടുത്തു വെച്ച് നമ്മുടെ ബഗാസുരൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചു. ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് പുന്നാരമോളായിട്ടുള്ള സരയു വന്ന് കാണുന്ന കാഴ്ച, അച്ഛൻ്റെ തല പൊട്ടി ചോര വരുന്ന കാഴ്ച. മനുവേട്ടാന്ന് വിളിച്ച് നമ്മുടെ സരയും ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് ഈ അമ്മയ്ക്ക് ഭ്രാന്തായെന്നാണ് തോന്നുന്നത്. അമ്മ എന്താ അമ്മ ഈ കാണിച്ചത്? അച്ഛൻ്റെ തല കണ്ടില്ലേ പൊട്ടി ചോര വരുന്നത്? എടീ, ഇവൻ്റെ തലയുണ്ടല്ലോ ഇനി ഞാൻ അടിച്ച് പൊട്ടിക്കും, ഇവനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഭ്രാന്തിയുടെ പോലെ തന്നെ നമ്മുടെ ശാരി നിന്ന് വിറഞ്ഞു തുള്ളുകയാണ്. ഈ സമയത്ത് മനു ഓടി വന്നു. എന്നിട്ടാണെങ്കിലോ മനു രണ്ടുപേരെ നോക്കിയപ്പോൾ മനുവിന് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. എന്തായാലും തൻ്റെ അടുത്ത് നിന്ന് അറിഞ്ഞ സത്യങ്ങളും ബഗാസുരൻ പറ്റിച്ച കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് ശാരിയുടെ സമനില തെറ്റിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഇങ്ങനെ നിന്ന് ശരിയാവില്ല, അച്ഛൻ്റെ തലയിൽ നിന്ന് ചോര ഒരുപാട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആ ബാത്റൂമിൽ നിന്ന് ഒരു ഷോൾ എടുത്തിട്ട് നമ്മുടെ ബഗാസുരൻ്റെ തല ഇങ്ങനെ ചുറ്റിക്കെട്ടി ആ ഒരു ബ്ലഡ് പോകുന്ന കണ്ടീഷനിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഒരുവിധം നമ്മുടെ സരയും മനോഹറും കൂടി ബഗാസുരനെ വണ്ടിയുടെ അകത്ത് കയറ്റുമ്പോൾ ബഗാസുരനെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്ന കാഴ്ച കണ്ടതും നമ്മുടെ കല്യാണി അപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ, ഇപ്പൊ കല്യാണി ഇങ്ങോട്ട് എഴുന്നേറ്റു. കിരണേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. കിരണേട്ടൻ്റെ അങ്കിളിനെ കൊണ്ടുവരുന്നത് കണ്ടോ? അങ്കിളിന് എന്തോ പറ്റിയിട്ടുണ്ട്. അങ്കിളിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്കിളിൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചത് മിക്കവാറും ആൻറ്റി ആയിരിക്കും. ആൻറ്റി ഇന്ന് രാവിലെ പോയത് നീ കണ്ടതല്ലേ? ആൻറ്റിക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റി അങ്കിളിനെ പൊട്ടിച്ചത് തന്നെയാ. അത് കണ്ട് നമുക്ക് ഇവിടെ നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കിരണും കല്യാണിയും കൂടി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയം സരയും അതുപോലെ മനുവും കൂടി അച്ഛനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി. അതിനുശേഷം സരയിനോട് മനു പറഞ്ഞു, കുഞ്ഞ് തനിച്ചാ ഉള്ളത്, അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് അറിയാമല്ലോ, എന്താ കാരണമെന്നുള്ളത് നീ ചോദിച്ച് മനസ്സിലാക്ക്, അച്ഛനെ കൊണ്ട് ഞാൻ ആശുപത്രി പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ വണ്ടി എടുത്ത് പോവാൻ തുടങ്ങുമ്പം ഇനി ഈ കാലനെങ്ങാനും ദേഷ്യം മൂത്ത് എൻ്റെ കഴുത്തിനെങ്ങാനും കൊത്തി പിടിക്കുമോ എന്നുള്ളൊരു പേടി നമ്മുടെ മനുവിനുണ്ട്. അങ്ങനെ അവരവിടുന്ന് ആശുപത്രിയിലേക്ക് പോയി. ഈ സമയമാണെങ്കിലോ സരയും തിരികെ വീട്ടിലേക്ക് പോരാൻ തുടങ്ങുമ്പോഴാണ് കിരണിനെയും കല്യാണിയും കണ്ടത്. അങ്ങനെ അവരെ കണ്ട ദേഷ്യത്തിന് നമ്മുടെ സരയു ആണെങ്കിലോ, അയൽ വീട്ടിൽ എന്ത് നടന്നാലും എത്തി നോക്കിക്കൊണ്ട് നിന്നോണം, നാണയില്ലാത്ത കൂട്ടരെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരവിടുന്ന് അകത്തേക്ക് പോവുക. അങ്ങനെ അകത്ത് ചെന്നതും ശാരിയാണെങ്കിൽ ആ റൂമിൽ തെക്ക് വടക്ക് നടക്കുന്നത് കണ്ടപ്പം അമ്മ മൊത്തത്തിൽ മെൻ്റലായെന്നാ തോന്നുന്നത്. ഈ ഭ്രാന്ത് പിടിച്ച് ഇതുങ്ങളുടെ കൂടെ എങ്ങനെയാ ഭഗവാനെ ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് സരയു ഒരേ ദേഷ്യത്തിൽ ഇങ്ങനെ നിന്ന് ശാരിയെ നോക്കി. ശാരിയാണെങ്കിലോ, മോളെ നീ എന്നാ അമേരിക്കയ്ക്ക് പോകുന്നതെന്ന് ശാരി നമ്മുടെ സരയിൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ എന്തെങ്കിലും പോയിക്കോളാം, എന്തിനു വെറുതെ ഇങ്ങനെ നിൽക്കുന്നത് ഈ വീട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? ഭ്രാന്ത് പിടിച്ച അച്ഛനും അമ്മയും എല്ലാം ആ കല്യാണിയുടെ പ്രാർത്ഥനയാണെന്നാണ് തോന്നുന്നത്. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് വഴിപാട് കഴിച്ചതായിരിക്കും നിങ്ങളിപ്പോൾ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ അലയുന്നത്. എല്ലാം കൊണ്ടും ഇപ്പം നമുക്ക് കണ്ടകശനിയാണെന്നും പറഞ്ഞ് സരയു ദേഷ്യത്തിൽ നിൽക്കുമ്പം സരയു ഒരു കാര്യം കൂടെ ചോദിച്ചു, എന്തിനാ അമ്മ അച്ഛനെ തല്ലിയത്? അയാളെ തല്ലിയാലുണ്ടല്ലോ, അയാളുടെ ആ ഒരു തുന്നിക്കെട്ട് അത് 2-3 ദിവസം കൊണ്ടങ്ങ് ഉണങ്ങും. അതൊന്നും അല്ല അയാൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. പല കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇനി ഞാൻ അയാളെ കൊല്ലുമെന്ന് പറഞ്ഞ് ശാരി കൊലവിളി നടത്തുക. ഇപ്പോഴും നമ്മുടെ സരയുടെ കാര്യങ്ങളൊന്നും പിടികിട്ടിയിട്ടില്ല. സരയു നല്ല ദേഷ്യത്തിൽ, അമ്മ എന്തെങ്കിലും കാണിക്ക്, ഇനി എന്തായാലും ഈ വീട്ടിൽ കത്തി അതുപോലെയുള്ള ആയുധങ്ങളൊക്കെ മാറ്റി വെക്കണമല്ലോ. അച്ഛന് ഇതുപോലെ ഭ്രാന്ത് മൂത്ത സമയത്ത് കൊണ്ടുപോയി മെൻ്റൽ ഷോക്ക് കൊടുത്ത സമയത്താണ് അച്ഛനൊന്ന് ശരിയായത്. ഇനി അമ്മയ്ക്കും കൂടി ഷോക്ക് തരേണ്ടി വരുമെന്നും പറഞ്ഞ് സരയു പറഞ്ഞതും ശാരിക്ക് ശരിക്ക് ദേഷ്യം വന്നു. നീ എനിക്ക് ഷോക്ക് തരുവോടിയെന്ന് ചോദിച്ച് ശാരിയുടെ മട്ടും ഭാവവും ഒക്കെ മാറുന്നത് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ സരയുവിന് പിടികിട്ടി, ഇവിടെ ഇനി നിന്നാൽ ശരിയാവില്ല, ഇവിടെ പന്തികേടാണെന്ന്. അങ്ങനെ അവൾ അവിടുന്ന് പോയി. പിന്നീട്
അങ്ങനെ ഈ ഒരു സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രാജപ്പനും പ്രകാശനും കൂടി നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പം രാജപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് പ്രകാശൻ പറഞ്ഞു, അണ്ണാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അവൻ ഇന്ന് തന്നെ അവളുടെ കഥ കഴിക്കുമല്ലോ അല്ലേ? ഇട നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നത്? ദേ ഞാൻ ഒരാളെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് ഇത്രയും കാര്യമായിട്ട് അറിയാവുന്ന ഒരുത്തനാ അവനൊരു കാരണം വെച്ചാലും ഈ പണിയിൽ പരാജയപ്പെടുകയൊന്നുമില്ല. പിന്നെ അവൻ ഇന്ന് തന്നെ ആ ഹോട്ടൽ റൂമിൽ തങ്ങുകയും ചെയ്യും. പിന്നെ അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ എവിടെ വെച്ചാണെന്ന് വെച്ചാലും നിന്റെ മുൻ ഭാര്യയുടെ കഥ കഴിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 9-ാം തീയതി എനിക്ക് അവളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? നീ എന്തിനാ പ്രകാശ ടെൻഷൻ അടിക്കുന്നത്? ഒരു കാരണം വെച്ചാലും ഒരു കാര്യം ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ആ മുത്തു എന്ന് പറയുന്ന മണിരത്നം അവൻ ഇന്ന് തന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് ലക്ഷ്മി മരിച്ചുപോയി എന്നുള്ള കാര്യം പറയും. അതോടുകൂടി നിന്റെ എല്ലാ ടെൻഷനും അവസാനിക്കുമെന്ന് രാജപ്പൻ ഇങ്ങനെ പ്രകാശന് വാക്ക് കൊടുക്കുക. പ്രകാശനാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അധികം താമസിക്കാതെ എനിക്ക് കാർത്തിക മോളുടെ അമ്മയെ വിവാഹം കഴിക്കാൻ സാധിക്കുമല്ലോ. ആ ഒരു ദിവസത്തിന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എൻ്റെ അണ്ണ. അങ്ങനെയാണെങ്കിലേ ദേ ആ വീനസ് ഹോട്ടല് അതത്ര പോരാ, 3 സ്റ്റാർ ഹോട്ടലുമാണ്. പിന്നെ അത്ര അങ്ങോട്ട് പോരാ, ഒരു ഐശ്വര്യം കെട്ട ഹോട്ടല്. അവിടെ എങ്ങാണ്ട് സദ്യ പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ ആദ്യത്തെ വിവാഹം മുടങ്ങിപ്പോയത്. ഇനി എന്തായാലും ഞാൻ നേരെ പോകാൻ പോകുന്നത് ജൂപ്പിറ്ററിലേക്കാണ്. ജൂപ്പിറ്റർ നല്ല ഹോട്ടലാണ്, 5 സ്റ്റാർ ആ ഒരു ലേബൽ ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ പൈസയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇതൊക്കെ നിനക്ക് താങ്ങാൻ പറ്റുമോ? അണ്ണനല്ലേ അണ്ണ എൻ്റെ കൂടെ ഉള്ളത്. അണ്ണനെ ഞാൻ അന്ന് തന്നെ ആ പൈസ ഇടപാട് മുഴുവനും തീർത്ത് അണ്ണന് തരാനുള്ളത് മുഴുവനും തരുമെന്നും ഈ പ്രകാശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകാശനെയൊക്കെ കാണിക്കുക. അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് കിരണും കല്യാണിയും കൂടി രൂപയുടെ വീട്ടിലെത്തുകയാണ്. അപ്പം കുഞ്ഞിൻ്റെ നൂലുകെട്ടൽ ചടങ്ങിനെ കുറിച്ചൊക്കെ നമ്മുടെ രൂപ കിരണിനോട് പറഞ്ഞു. അല്ല അമ്മ എന്ത് സമ്മാനം കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? സമ്മാനം കൊടുക്കുന്ന കാര്യമൊന്നും ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല മോളെ. സരയുടെ ഭർത്താവെന്ന് പറയുന്നവൻ പെരും കള്ളനല്ലേ? എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതും കൊണ്ട് കടന്നു കളഞ്ഞാലോ? എൻ്റെ അമ്മ ആ കാര്യം ആലോചിച്ച് പേടിക്കുകയേ വേണ്ട. അവൻ ഇതുപോലെയുള്ള ചെറിയ ലൊക്കിലൊടുക്ക് സാധനങ്ങളൊന്നും അല്ല നോട്ടം. അവന് വലിയ സാധനങ്ങളിലാണ് കണ്ണ്. അവന് അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത്ര സ്വർണവും പണവും ഒക്കെ അടിച്ചുകൊണ്ട് പോവും. പിന്നെ അച്ഛൻ ഒരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട് താരാൻറ്റി പറഞ്ഞിട്ട്. അതുകൊണ്ട് അമ്മ ഒരു ഉപകാരം ചെയ്യണം. കുഞ്ഞിൻ്റെ നൂലുകെട്ടൽ ചടങ്ങിന് ചെല്ലുന്ന ദിവസം അമ്മ താരാൻറ്റി വാങ്ങി തന്നിരിക്കുന്ന സമ്മാനം കുഞ്ഞിന് കൊടുക്കണം. കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ രൂപ സംസാരിക്കുക. അല്ല അത് പറഞ്ഞപ്പോഴാണ് കുഞ്ഞിൻ്റെ നൂലുകെട്ടൽ ചടങ്ങ് വിളിക്കാൻ വന്ന ശാരിക് ചേച്ചിക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശാരിയുടെ സംസാരത്തിൽ നിന്നും ശാരിയുടെ മനസ്സിൽ എന്തൊക്കെയോ ചില വിഷമങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നി മോനെ. അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. ബഗാസുരനെ കുറിച്ചും അതുപോലെ മനോഹരനെ കുറിച്ചും ഒക്കെ ശാരി ആൻറ്റി എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾക്കും തോന്നാതിരുന്നില്ല. എന്തായാലും ഇന്ന് തന്നെ ബഗാസുരൻ എന്തൊക്കെയോ ചില പണികൾ കിട്ടിയിട്ടുണ്ടെന്ന് പോലും ഞങ്ങൾക്ക് സംശയം തോന്നിയതാണെന്നൊക്കെ രൂപയോട് ഇങ്ങനെ കിരണും കല്യാണിയും സംസാരിച്ചു കൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിലോ നമ്മുടെ ലക്ഷ്മിയമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെന്നൈ നിറക്കിയിരിക്കുന്ന ആ വാടക കൊലയാളി ലക്ഷ്മിയമ്മയുടെ റൂമിന് വെളിയിൽ വന്ന് നിൽക്കുക. അപ്പം കോളിംഗ് ബെൽ അടിച്ചു. ലക്ഷ്മിയാണെങ്കിൽ ഒരു സമയം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പതുക്കെ ആ വാതിൽ തുറന്നതും കൊലയാളി അകത്ത് കയറി. കൊലയാളിയെ കണ്ടതും നമ്മുടെ ലക്ഷ്മിയമ്മ പേടിച്ച് വരണ്ട് കട്ടിലയിലേക്ക് വീഴുകയും ചെയ്തു. അതിനുശേഷം ചാടി എഴുന്നേറ്റിട്ട് ലക്ഷ്മിയമ്മയായിരുന്നോ? അപ്പൊ പ്രകാശന്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയമ്മയായിരുന്നോ എന്ന് ചോദിച്ച് നമ്മുടെ ആ ഒരു കൊലയാളി മുത്തു അവൻ ലക്ഷ്മിയോട് സംസാരിക്കുക. എടാ പൊട്ടാ ഞാനായിരുന്നു, നീ ഇത് എന്തറിഞ്ഞിട്ട് എന്നെ കൊല്ലാനാണോ നീ വന്നതെന്ന് ചോദിച്ച് ലക്ഷ്മിയമ്മയും അവനും കൂടി പരിചയം പുതുക്കുകയാണ്. അപ്പം ചെന്നൈയിലുള്ള ഈ മുത്തുവിനെ സഹായങ്ങളും വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ ലക്ഷ്മിയമ്മ കമ്പനിയിലെ ഒരു സ്റ്റാഫാക്കി വെച്ചിരിക്കുകയാണ്. ഇവന്റെ അടുത്താണ് രാജപ്പനും പ്രകാശനും ചെന്ന് തല വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയമ്മ ഇവനോടൊരു ഡീല് സംസാരിച്ചു. നീ എന്നെ കൊല്ലാൻ വന്നതാണെന്നാണല്ലോ അവന്മാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നീ അത് തിരുത്താനൊന്നും നിൽക്കണ്ട. ഞാൻ മരിച്ചുപോയെന്നും എൻ്റെ ശവശരീരം മറവ് ചെയ്തെന്നും ഇനി ബാക്കി കിട്ടാനുള്ള തുകയും വാങ്ങിച്ചുകൊണ്ട് നീ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കോണം. പിന്നെ അറിയാലോ പഴയ പണിയൊന്നും എടുത്ത് നടക്കരുത് മുത്തു. അപ്പം മുത്തു ആണെങ്കിൽ നമ്മുടെ കാർത്തികയെ അന്വേഷിച്ചു. കാർത്തിക ഇവിടെ തന്നെ ഉണ്ട്. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, ആ റെസ്റ്റോറൻറ്റിൽ പോയി വെയിറ്റ് ചെയ്യും. നീ ഇപ്പം തന്നെ പ്രകാശനോടും രാജപ്പനോടും പോയി പറയണം ഞാൻ മരിച്ചു പോയെന്ന്. പിന്നെ ഇവർ പറഞ്ഞനുസരിച്ച് തന്നെ നമ്മുടെ മുത്തു ആ കാര്യങ്ങൾ പറയാൻ പോകുമ്പം ലക്ഷ്മിയമ്മ പ്രകാശന് മുന്നിൽ
മുന്നിൽ വിജയിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശനും രാജപ്പനും കൂടി ഭയങ്കരമായിട്ട് ചർച്ചയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുക. മുത്തു ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നതും ഒക്കെയാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ഏകാദശിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്